إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സദാ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനും റഹീമുമായ അടിമകളോട് ഏറെ ഇഷ്ടവും വാത്സല്യവും സ്നേഹവുമുള്ള അൽ വദൂദായ അടിമകളുടെ പോരായ്മകളും വീഴ്ചകളും മാപ്പ് നൽകുകയും മറച്ചു വയ്ക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന അസത്യവും അഫുവുമായ ചെയ്തുപോയ തെറ്റുകൾക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കുന്ന എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന ചെയ്ത നന്മകൾക്ക് 10 മുതൽ 700-ലധികം നന്മകൾ വർദ്ധിപ്പിച്ചു തരുന്ന അശാക്കിറായ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ ബുദ്ധിയും നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം, നമുക്ക് നൽകിയതിനെല്ലാം അല്ലാഹുവിനോട് നന്ദി കാണിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കാനും അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: അയ്യു അമലിൻ അഹബ്ബു ഇലല്ലാഹ് അദ്വമഹു വഇഖല്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽപ്പെട്ടതാണ് കുറച്ചാണെങ്കിലും അല്പമാണെങ്കിലും പതിവായി നിർവഹിക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന്റെ സ്നേഹം നേടിത്തരുന്ന, അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കുന്ന വിഷയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് സാധാരണ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ സുന്നത്തായ കാര്യങ്ങൾ, ഇപ്പോ നമസ്കാരത്തിന് മുമ്പും ഫർദ് നമസ്കാരത്തിന് മുമ്പും ശേഷമുള്ള നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, ഖുർആൻ പാരായണം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, സ്വതക്ക ചെയ്യുന്ന ആളുകളുണ്ട്, പാവപ്പെട്ട ആളുകളെ ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെ നന്മയുടെ ഒരുപാട് അതിന്റെ പട്ടികകൾ അതിങ്ങനെ നീണ്ടുപോകുകയാണ്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച്, ഓരോരുത്തരുടെ മേഖലകൾക്കനുസരിച്ച്, അവരുടെ കഴിവും അവരുടെ അറിവും അനുസരിച്ച് അവരിങ്ങനെ ചെയ്തു പോകുകയാണ്. പക്ഷെ അത് ഒരു ആവേശത്തിൽ ചെയ്യേണ്ടുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് സമയം, ഏതെങ്കിലും കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആഴ്ചകളിൽ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കർമ്മമായി, നന്മകളായി അത് പിന്നീട് നിലച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. കുറെ ആവേശം നമുക്കറിയാം, ചിലപ്പോൾ കുറെ ആവേശമായിട്ട്, പ്രത്യേകിച്ച് നമ്മളെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഉദാഹരണമാണ് റമദാനൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളാരും ക്ഷണിക്കാതെ ഒരുപാട് നല്ല മനുഷ്യന്മാര് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ഒരുപാട് നന്മകൾ നമുക്ക് കണ്ടാൽ അത്ഭുതം പോകും. നമ്മളൊന്നും ഒന്നുമല്ല, എത്ര നന്മകളാണ് ഇവർ ചെയ്യുന്നത് നമുക്കറിയാലോ. പള്ളിയിൽ ഓരോ പള്ളികളും നമുക്ക് കണ്ടാൽ നമുക്കറിയാം ഒരുപാട് നല്ല മനുഷ്യന്മാർ, അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷെ പിന്നീട് അവര് ആ പുണ്യങ്ങൾ ചെയ്ത് കുറെ നല്ല മനുഷ്യന്മാരെ പിന്നെ കാണാനില്ല. അവര് ഈ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മളവര് പുറത്തിറക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പല ഭാഗത്തു വെച്ചോ കാണുന്നുണ്ട്. പക്ഷെ ആ നന്മകൾ ചെയ്ത് നല്ല മനുഷ്യന്മാരുണ്ട്. അപ്പൊ അതങ്ങനെ കുറെ സമയം നന്മകൾ ചെയ്ത് പിന്നെ ഇതിനെ ഒഴിവാക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുകയും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയെ കുറിച്ച് സ്വഹാബത്ത് പറയാൻ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഇദാ അമില അമലൻ അസ്ബതു. നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിർബന്ധ കർമ്മങ്ങളെ കുറിച്ചല്ലായിരുന്നു. അത് കാരണം അത് നമ്മൾ നിർബന്ധമായി നിർവഹിക്കണം. 5 വക്ത് നിസ്കാരം എന്നുള്ളത് അത് നിർവഹിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷയാണ്, പാപമാണ്, കുറ്റകരമാണ്. അതല്ലാത്ത ഐച്ഛികമായ അല്ലാഹുവിന്റെ പ്രതിഫലം നേടിത്തരുന്ന ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി സ്വഹാബികൾ അവരെ പ്രവാചകനെ കാണുകയാണ്, അവരോടൊപ്പമാണ് ജീവിക്കുന്നത്, അവരോടൊപ്പം ലൈവിൽ അവിടെ നാട്ടിലുണ്ട്, അവരോടൊപ്പം ഉണ്ട് കച്ചവടത്തിലുണ്ട്, അവരോടൊപ്പം യുദ്ധത്തിലുണ്ട്, അവരോടൊപ്പം പിന്നെ വിജ്ഞാന സദസ്സുകളിലുണ്ട്, എല്ലാ പ്രവാചകനുണ്ട്, അവരോടൊപ്പമാണ് പ്രവാചകൻ ജീവിക്കുന്നത്. റസൂല് ഇതാ അമില അമലിന്റെ അസ്വത്വവും, പ്രവാചകൻ ഒരു കാര്യം ചെയ്താൽ, നന്മകൾ ചെയ്താൽ അതിങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തത് പിന്നെ എപ്പോഴെങ്കിലും പിന്നെ കാണാറില്ല എന്നല്ല, അതിങ്ങനെ തുടരുമായിരുന്നു, സ്ഥിരമായി ചെയ്യുമായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രമല്ല,
അടുത്ത റിപ്പോർട്ടിൽ കാണാൻ കഴിയും വകാന ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ കുടുംബം ഇദാ അമിലൂ അമലൻ അസ്ബഖൂഹു, അവരും ഒരു അമൽ ചെയ്താൽ അവരും അത് സ്ഥിരപ്പെടുത്തുമായിരുന്നു. അപ്പോ റസൂൽ മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാർ, ഭാര്യമാർ, പ്രവാചകന്റെ മക്കൾ, അതാണ് ആര് പ്രവാചകന്റെ കുടുംബം. അപ്പൊ പ്രവാചകന്റെ കുടുംബം ഇതുപോലെ തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു നന്മകൾ ചെയ്താൽ ആ നന്മകൾ അവരിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്ന ഹദീസ് കാണാൻ കഴിയും. വകാന ആയിഷ റളിയല്ലാഹു അൻഹു ഇദാ അമിലത് അൽ അമൽ ലസിമതു, ആയിഷ റളിയല്ലാഹു ഒരു അമൽ ചെയ്താൽ ആ അമൽ സ്ഥിരമായി കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു മഹതിയായിരുന്നു എന്ന് ഹദീസ്. അപ്പൊ മൊത്തത്തിൽ ഇത് കിട്ടുന്നൊരു പാഠമുണ്ട്. കാരണം നന്മകൾ എപ്പോഴും വെച്ചാൽ അതൊരു ആവേശം കൊണ്ട് ചെയ്തു തീർത്ത് ഒരു പിന്നെ ഏതെങ്കിലും ചില ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്ത് അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്ത് പിന്നീട് അതുമായി യാതൊരു ബന്ധമില്ലാതെ മാറുന്നൊരു ശീലം നമുക്കുണ്ടാകരുത്. മറിച്ച് ആ നന്മകൾ തുടരുന്നൊരു ശീലമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഒരുപാട് കാണാൻ കഴിയും. പക്ഷെ നമ്മള് ചില ഒന്ന് രണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ പ്രവാചകന്റെ ഒരു താല്പര്യം ശ്രദ്ധയാണ്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന്, അതായത് മസ്ജിദ് നബവിയിൽ നിന്ന്, അവിടെയാണല്ലോ താമസം. പ്രവാചകന്റെ ഹുജ്റ അവിടെയാണ്, പള്ളിയുടെ ചുറ്റുഭാഗത്താണ്, 9 റൂമുകളുണ്ട്, അവിടെയാണ്. അപ്പൊ എല്ലാ ശനിയാഴ്ചയും റസൂലുള്ളാഹിന്റെ രീതിയാണ്, എല്ലാ ഒന്നുകിൽ നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ വാഹനത്തിനായിക്കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിലേക്ക് പോകും. അപ്പൊ ഖുബാ അവിടെ നിന്ന് ഒരു 3 മൈൽ, ഏകദേശം 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഒന്നുകിൽ നടന്നു പോകും എല്ലാ ശനിയാഴ്ചയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി 2 റക്അത്ത് നമസ്കരിക്കും. കാരണം അവിടുത്തെ 2 റക്അത്ത് നമസ്കാരത്തിന് ഫള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പ്രത്യേകിച്ച് ഉംറയ്ക്കൊക്കെ പോകുന്നവർ ഹദീസ് ചെയ്തിട്ട് ആ ഹദീസിന്റെ പ്രാക്ടിക്കൽ രൂപം അവരെ വെച്ച് അമീർമാർ ചെയ്യിപ്പിക്കും. കാരണം മൻ തത്തഹറ ഫീ ബൈതി, ഒരാള് വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് മസ്ജിദുൽ ഖുബായിലെത്തി ഫസല്ല ഫീ സ്വലാത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ കാന ലഹു കഅജ്രി ഉംറ, ഒരു ഉംറ ചെയ്ത കൂലിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചാൽ പ്രവാചകൻ വെച്ചാൽ എല്ലാ ശനിയാഴ്ചയും പ്രവാചകൻ ഏതെങ്കിലും ഒന്നുകിൽ നടക്കുക, ഒരാഴ്ച നടന്നാൽ അടുത്ത ആഴ്ച ഒരു വാഹനത്തിലായിരിക്കും അതിന് പോയി പതിവായി ചെയ്യും. ഈ സ്വഹാബിയിൽ കാണാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അപ്പൊ ഇത് കണ്ടപ്പോ അത് അദ്ദേഹം ഫോളോ ചെയ്തു. റസൂലുള്ളാഹി ചെയ്തത് എങ്കിൽ ഒന്നുകിൽ ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഇവിടുന്ന് ഒന്നുകിൽ നടന്നിട്ട് അല്ലെങ്കിൽ വാഹനം അതിങ്ങനെ മരിക്കുന്നവരെ തുടരാം. അപ്പൊ നമ്മൾ തരാം ചില നന്മകൾ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്യുകയാണ്. അതേ പ്രവാചകൻ കണ്ടുപോയി, അത് പിന്നീട് അദ്ദേഹം മരണം വരെ തുടരുകയാണ്. മറ്റേ ഹദീസിൽ കാണാൻ കഴിയും. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഐച്ഛികമായ നമസ്കാരങ്ങളെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തു. മൻ സല്ല ഇത്നതൈ അശറത റക്അത്തൻ ഫീ യൗമിൻ വ ലൈല ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തു. ആ ക്ലാസ് ഇതാണ്: ഒരാള് രാത്രിയും പകലുമായി ഐച്ഛികമായ ഫർളല്ലാത്ത, ഫർളിനെ തുടർന്നു വരുന്ന അല്ലെങ്കിൽ മുമ്പോ ശേഷമുള്ള 12 റക്അത്ത് നമസ്കാരം അവർ നിർവഹിച്ചാൽ ബുനിയലഹു, അവർക്ക് അല്ലാഹു ഇത് കാരണം, ആ നമസ്കാരം കാരണം ബൈത്തുൽ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം, സ്വർഗ്ഗത്തിൽ ഒരു വീട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ ഇതൊരു ഒരു സുന്നത്തായ നമസ്കാരം നിർവഹിക്കുന്നത് ഒരു മോട്ടിവേഷൻ, പ്രചോദനം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയാണ്. ഉമ്മു ഹബീബ എന്നാലും പറയണം ആ ഹദീസിന്റെ ഭാഗത്താണ് മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ തറക്തുഹുന്ന, ഞാനിത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് മുതൽ ഞാനിത് ഒഴിവാക്കാറില്ല. എനിക്കപ്പോ ഇത് ഞാൻ പ്രവാചകന്റെ ഹദീസ് കേട്ടത് മുതൽ ഞാൻ ഈ 12 റക്അത്ത് സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, ഇശാഇക്ക് ശേഷം 2, ഇത് ഈ 12 റക്അത്തിനെ കുറിച്ചാണ്. അതല്ലാത്ത മറ്റു നിസ്കാരം ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. അപ്പൊ ഏതായാലും ഇത് ഞാൻ നിർവഹിക്കുമായിരുന്നു. ഈ ഹദീസ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മറ്റൊരു താബിഈ ശേഷം വരുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ അവര് പറയുന്നത് ഈ ഉമ്മു ഹബീബിൽ
അദ്ദേഹം പറയണം ഉമ്മ ഹബീബ എന്നാണ് ഈ ഹദീസ് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ പിന്നെ ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഈ അംബസ് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് അടുത്ത തലമുറയിൽപ്പെട്ട മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് അംറു ബിൻ ഔസ്. അദ്ദേഹം പറയാണ് അംറു ബിൻ ഔസ് പറഞ്ഞു അംബസയിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. പിന്നീട് പിന്നീട് അതായത് അംറു ബിൻ ഔസ് പറഞ്ഞു കൊടുക്കുന്നത് നുഅ്മാൻ ഇബ്നു സാലിമിനാണ്. നുഅ്മാൻ ഇബ്നു സാലിം പറയുന്നു മാ തറക്തു മുൻദു സമീഅതു മിൻ അംറു ബിൻ ഔസ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയുന്നത് ഇത് അവരുടെ ആ ഒരു താല്പര്യം ആ നിലനിർത്താൻ കാണിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പഠിക്കുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അത് പിന്നീട് അംബസ റഹിമഹുല്ലാഹ് പഠിക്കുന്നു. അംബസ റഹിമഹുല്ലാഹ് പിന്നെ മറ്റൊരു താബിഈൻപ്പെട്ട മറ്റൊരു അംറു ബിൻ ഔസ് പഠിക്കുന്നു. അംറു ഔസ് ഞാൻ പറയാം ഇത് അവർ നിൽക്കാൻ അതിന്റെ ഫضലും അതിന്റെ പുണ്യവും അല്ലെങ്കിൽ ഇത് നിലനിർത്തിയാലുള്ള ഗുണങ്ങൾ അവർ മനസ്സിലാക്കാൻ. നമ്മള് ചില ആളുകൾ എന്താ വെച്ചാല് ഒരു അവസാനം പറയേണ്ട വാചകമാണ് എന്നാലും ചേർത്ത് പറയാം. ആദ്യം തന്നെ ഇതിപ്പോ ചെയ്യാൻ തുടങ്ങിയപ്പോ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പൊതുവെ ആൾക്കാരെ അങ്ങനെ തീരുമാനിക്കില്ല. കാരണം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വലുതാണ്. ഞാൻ നേരത്തെ ആദ്യം സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാചകം പറഞ്ഞത്. അത് അവസാനം പറയേണ്ടിയിരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി. ചില ആളുകൾ ചെയ്യണമെന്നൊക്കെ ചില നന്മകൾ ചെയ്തപ്പോ നിലനിർത്തണം. അപ്പൊ അതുകൊണ്ട് വേണ്ട ഇപ്പൊ അതിലേക്ക് ചെയ്തിട്ട് പോ അങ്ങനെ വിചാരിക്കല്ലേ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മളത് ചെയ്തു പോകും. കാരണം ഒരു നന്മ ചെയ്താൽ അടുത്ത നന്മ നമുക്ക് ചെയ്യാൻ ഒരു പ്രചോദനം ഒരു സഹായം റബ്ബിന്റെ ഭാഗത്തുണ്ടാവും. നിങ്ങളത് ചെയ്ത് ശീലിക്കും. ഇതുവരെ നമ്മൾ ചെയ്യാത്ത കുറെ നന്മകൾ ഇങ്ങനെ ഓരോന്നോരോ അപ്പൊ അള്ളാഹ് എന്താ അറിയോ അതിന് അടുത്ത നന്മകൾ ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയും അതുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരും. തീരെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ പിന്നെ അതിന് പോകും. അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. എന്നാണ് ആ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് ഇങ്ങനെ എളുപ്പമാക്കി തരും. അപ്പൊ നമ്മളെന്തറിയാം ഇപ്പൊ നമ്മൾ ചുമയിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ കുറെ നന്മകൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറെ അപ്പൊ തീരെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകാം. അത് നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ്സിൽ കേൾക്കുന്നു ഫുതുബയിൽ കേൾക്കുന്നു. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അത് ചെയ്യണം, അത് ചെയ്ത് ശീലിക്കണം. അപ്പൊ നമുക്ക് അടുത്ത് ചെയ്യാനൊരു മാനസികാവസ്ഥ ഒരു പ്രചോദനം അല്ലാഹുവിന്റെ ഭാഗത്തുണ്ടാകും. അതല്ലെങ്കിൽ ഉള്ള നന്മകൾ നമുക്ക് അതിൽ മടിയും അലസതയും. ഇപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും സുബഹിയുടെ സുന്നത്ത് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഫർദ് നഷ്ടപ്പെടില്ലല്ലോ. സുബഹിയുടെ സുന്നത്ത് ഒരാളെ അത്ര താല്പര്യമാണ്. അതിന്റെ ഫദ്ല് ഈ ദുനിയാവും അതിനുള്ള മുഴുവൻ കിട്ടിയതിനേക്കാൾ മഹത്വമാണ്. 2 റക്അത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ഈ ദുനിയാവിൽ എന്തെല്ലാം സമ്പത്തുകൾ എന്തെല്ലാം നിധികൾ എന്തെല്ലാം ഈ ദുനിയാവിൽ മുഴുവൻ നിങ്ങൾക്ക് തന്ന അതിനേക്കാൾ എനിക്കിഷ്ടം സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് പറയുമ്പോ ആ സുന്നത്ത് നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഒരിക്കലും ഫർദ് നഷ്ടപ്പെടില്ല. ഫർദിന്റെ ഫദ്ൽ അതാണ്. അപ്പൊ അത് ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. സത്യത്തിൽ സുന്നത്ത് നമസ്കാരത്തിൽ ഫർദിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. ഫർദിന്റെ പോരായ്മകൾ പരിഹരിക്കാനും കൂടി അതിന് കഴിയുന്നതാണ്. ഞാൻ ചില ഹദീസുകൾ വ്യത്യസ്തമായ ചില ഹദീസുകൾ സൂചിപ്പിക്കാൻ വെച്ചാൽ നമുക്ക് പലതും ചെയ്യാൻ നമ്മൾ പല ഖുതുബകളിലും സൂചിപ്പിക്കുന്ന വിഷയമാണ്. നമ്മള് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ എല്ലാ നമസ്കാരത്തിലും ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ 10ഓളം ഹദീസുകളില് വ്യത്യസ്ത പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. വജ്ഹത്തുണ്ട്, അല്ലാഹു ബഅദു ബൈനഹു സുബ്ഹാനക അല്ലാഹുമ്മ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ ബാറക ഫീ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഒരു 50 വർഷമായിട്ട് നമ്മൾ ഈ വജ്ഹത്തിൽ തന്നെ വേറൊന്നും ചൊല്ലില്ല എന്ന് വാശിപ്പിക്കരുത്. കാരണം ഓരോന്നിനും ഓരോ ഫദ്ലാണ്. നമ്മുടെ പൂർവികരായാലും നമുക്ക് ദീനൊക്കെ പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉസ്താദുമാരൊക്കെ സത്യത്തിൽ ഈ വജ്രത്തിന്റെ പൂർണ്ണ രൂപം അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിന്റെ 4 മാനവിലെ മുസ്ലിം വരെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ മദ്രസയൊക്കെ പഠിച്ച അങ്ങനെ. പക്ഷെ സത്യത്തിൽ അതല്ല, 10 വരിയാണ് ആ പ്രാർത്ഥന. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വജ്രത്ത് ചൊല്ലി തന്നെ രാത്രി നമസ്കാരത്തിലാണ്. കാരണം കുറച്ചുകൂടി സമയമെടുത്ത് ഒരുപാട് പ്രാർത്ഥന നിസ്കരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് എല്ലാം സ്വീകാര്യോഗ്യമാണ്. പക്ഷെ ചില പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ മഹത്വം ഒരു ഹദീസ് കാണാം. ഒരു സഹാബി പള്ളിയിൽ നമസ്കാരം തുടങ്ങിയ ശേഷം ഒരു സഹാബി കയറി വന്നു. അപ്പൊ ആ കയറി വന്ന സഹാബി മഅ്മൂമായി നിന്ന് അദ്ദേഹം ചൊല്ലിയ പ്രാർത്ഥന ഹദീസിൽ കാണാം. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല.
ഒന്നാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ കിട്ടിയിട്ട് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വതആല വസീല. ഇതിനാണ് അദ്ദേഹം ഫാത്തിഹ പിന്നീട് ഓതുന്നത്. അപ്പൊ നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് മനിൽ ഖാഇൽ കദാ വകദാ, അങ്ങനെ ഒരു പ്രാർത്ഥന, അതായത് അതൊരു വാചകം ചേർക്കട്ടെ. ഇപ്പൊ എങ്ങനെ കേട്ടു എന്ന് വെച്ചാൽ, സാധാരണ സ്വഹാബികളിൽ സംഭവിക്കാത്ത എന്തെങ്കിലും നടന്നാൽ, എന്തെങ്കിലും ദിക്റുകളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ ചെയ്താൽ അത് ഉടൻ വഹി വരും. ശ്രദ്ധിക്കണം, അതാണ് ഞാൻ പറയുന്നത്. ഉടൻ ആ വഹി റസൂലുള്ളാഹിക്ക് നമസ്കാരത്തിൽ ലഭിക്കും. അപ്പൊ റസൂൽ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ പറയും, ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് കാണുന്നത് പോലെ പുറകിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണുന്നു എന്ന് പറയും. അതിനർത്ഥം വെച്ചാൽ ആ പ്രവാചകൻ വഹി കിട്ടും. എന്തെങ്കിലും വീഴ്ചകളോ അല്ലെങ്കിൽ അധികരിച്ചു ചെയ്യുകയോ എന്തെങ്കിലും കർമ്മങ്ങൾ വന്നാൽ അത് നമസ്കാരത്തിൽ വഹി വരും. അതുകൊണ്ട് ആ വഹി കിട്ടിയ റസൂലുള്ളാഹിക്ക് റസൂൽ നമസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, ആരാണ് ഈ പ്രാർത്ഥന ചൊല്ലിയത്? അപ്പൊ റസൂൽ ഞാനാണ് ചൊല്ലിയത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ, ആ പ്രാർത്ഥനയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ വാചകമാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. കാരണം ഈ പ്രാർത്ഥന അല്ലാഹുവിലേക്ക് ഉയർന്നു പോകാൻ അത്രയും മഹത്തരമായ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ സഹാബിയെ പുകഴ്ത്തി. ആ സഹാബിയോ നന്നായി അൽഹംദുലില്ലാഹ്, നല്ല ഇത് ഒന്നും പഠിക്കണം. ഇത് നമ്മൾ തക്രീർ എന്ന് കൂടി പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഒരു സഹാബികൾ ഒരു കർമ്മം ചെയ്ത് ഒരു പ്രവർത്തനം ചെയ്ത് ആ പ്രവർത്തനത്തെ പ്രവാചകൻ അംഗീകരിച്ചാൽ അതെന്തായി? സുന്നത്തായി. മനസ്സിലാക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഒരു സഹാബി ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മ പ്രവാചകൻ അംഗീകരിച്ചാൽ, അതിന് സമ്മതം നൽകിയാൽ അത് പിന്നീട് സുന്നത്തായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ നമുക്ക് നിർവഹിക്കാം. അത് ആ സഹാബി പുകഴ്ത്തിയത് മാത്രമല്ല, ഹദീസിൽ കാണാം. അതിന് അവസാന ഭാഗം നമ്മുടെ പഠിക്കാനുള്ള ഭാഗം. ഈ നമസ്കാരത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പങ്കെടുത്തിട്ടുണ്ട്. ആ സഫിനെ കൊണ്ട് അദ്ദേഹം പറയുന്നത് റസൂൽ കേട്ടപ്പോഴേക്കല്ലേ അത് നന്നായിട്ട്, പിന്നെ അത് എനിക്ക് ആ ഹദീസ് ആ പദം ഞാൻ പഠിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്റെ ആത്മാവാണ് കയ്യിലാണ് സത്യം. എന്നുവെച്ചാൽ അല്ലാഹുവാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ കേട്ട ഈ പ്രാർത്ഥന ആ സന്ദർഭത്തിൽ ഞാൻ കേട്ടത് മുതൽ പിന്നീട് ഞാൻ എന്റെ നിസ്കാരത്തിൽ ഒഴിവാക്കിയിട്ടില്ല. പിന്നീട് അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്. അതിന്റെ മഹത്വം അത് വേഗത്തിൽ പോകും. അത് അല്ലാഹ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിലേക്ക് എത്താൻ മാത്രം മഹത്വം. അത്രയും അല്ലാഹുവിനെ കുറിച്ചാണ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി വസീല എന്ന് അത്രയും മഹത്വമാണ്. അപ്പൊ ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ മറ്റൊരു സഹാബി പഠിപ്പിച്ചു, ഔൻ എന്ന് പറയുന്ന മറ്റൊരു താബിഈ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പറയാണ്, ഇബ്നു ഉമർ ഹദീസ് എനിക്ക് പറഞ്ഞതപ്പോ അതിന് ഞാൻ ഈ പ്രാർത്ഥന ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇങ്ങനെ പോകണം, ചെയിനായിട്ട് കണ്ണിയായിട്ട് ഇങ്ങനെ പോകുക. നമ്മളെ സത്യത്തില് നമ്മളിൽ ഒതുങ്ങേണ്ടതല്ല ഈ അറിവുകൾ. നമ്മൾ സംസാരിക്കണം. ഞാൻ പറഞ്ഞതിലൂടെ സത്യത്തില് പലപ്പോഴും നമ്മുടെ ഭാര്യമാരോ കുടുംബമോ മക്കളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഒത്തു കഴിഞ്ഞ് കൊണ്ടെത്തുമ്പോ രാത്രി ആ വൈകുന്നേരം ഇരിക്കുമ്പോ പറയണം, നമ്മൾ സംസാരിക്കണം. ഇന്ന് ഞാൻ ക്ലാസ്സിൽ കുത്തുബയിൽ ഉണ്ടായിരുന്നു, ഇന്ന വിഷയത്തെ കുറിച്ച് നീ ചെയ്യുന്നുണ്ടോ? ഇത് സംസാരിക്കുമ്പോട്ടില് എന്തെല്ലാം അന്താരാഷ്ട്ര കാര്യങ്ങൾ നമ്മുടെ തീർമേശയ്ക്ക് ചുറ്റും നമ്മളെല്ലാം ചർച്ച ചെയ്യും. അല്ലാഹുവിന്റെ കലിമത്തിനെ കുറിച്ച്, റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ കുറിച്ച് ഒന്നും പറയാം. നമുക്കൊരു ഹയാ ആണ്. ഞാനൊക്കെ പറയണോ? നമ്മളാണ് പറയേണ്ടത് സഹോദരങ്ങളെ. പിന്നെ ആരെ പറയാൻ സംസാരിക്കാം? നമ്മളാ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ അറിവുകൾ നമ്മുടെ മക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഭാര്യയോടൊന്നും പറയാം, ഉമ്മയോട് പറയാം. കാരണം പലരും നമുക്ക് ഇങ്ങുകൾ നഷ്ടാകാണ്. അത് നഷ്ടാകരുത്. നമ്മുടെ വീടുകളിലെ കഥ നിലനിർത്തണം. അത് സ്വഹാബികൾ ചെയ്തൊരു ശീലമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വ്യത്യസ്ത ഹദീസിലാണ്. എന്നിട്ട് അതിൽ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രം. അബൂ ഹുറൈറ റളിയല്ലാഹു അതുപോലെ തന്നെ അബൂ ദർദ റളിയല്ലാഹു രണ്ടും ഒരേ ഹദീസാണ്. അതുകൊണ്ടാണ് രണ്ട് സഹാബികൾ. പലരും കേട്ട ക്ലാസ് അദ്ദേഹം പറയണം, അബൂ ഹുറൈറ പറഞ്ഞു, ഔസാനി ഖലീലി ബിസലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്കുന്നത് കൊടുത്ത് കോമൺ ആയിട്ട് ക്ലാസ് എടുക്കും. ചിലപ്പോ ചില സന്ദർഭം അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കും. ചിലപ്പോ ചില സ്വഹാബികൾ പ്രത്യേകമായി വിളിച്ചെങ്കിലും ചില ഉപദേശങ്ങൾ അവരുടെ കൂടെ അവരായിരിക്കും. ഇപ്പോ നമുക്കറിയാം, പിന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ ഇഷ്ടമാണ്. അപ്പൊ കൈക്ക് പിടിച്ചുകൊണ്ട് വസീയത്ത് ചെയ്യും. മുആദ് തോളത്ത് വെച്ച്, മുആദ് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, വല്ലാഹി വല്ലാഹി റസൂലേ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്,
പ്രത്യേകിച്ച് സന്ദർഭം കിട്ടുമ്പോൾ ചില സാഹചര്യം എനിക്ക് ഇഷ്ടാട്ടോ, എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ ചില പ്രാർത്ഥനയൊക്കെ ഒരുപാട് അതാണ് നമ്മൾ ചൊല്ലുന്ന അതൊക്കെ ആ സ്വഹാബിക്ക് പഠിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയാണ്. അപ്പൊ അതേ വസ്തു ഒഴിവാക്കിയിട്ടോ നീ ശ്രദ്ധിക്കണം, എപ്പോഴും നീ ശ്രദ്ധിക്കണം. അപ്പൊ അതിന് ചില പ്രത്യേക സ്വഹാബികൾക്ക് ചില സന്ദർഭം കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതിന് അപൂർവമാണ് എനിക്ക് എന്റെ ഹബീബ്, എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രവാചകൻ എനിക്ക് 3 വസിയത്ത് നൽകി, 3 ഉപദേശം. അതിലൊന്നിതാണ് ഓരോ മാസത്തിലും 3 നോമ്പ് എടുക്കാൻ വേണ്ടി എന്നോട് വസിയത്ത് നൽകി. അതുപോലെ നമസ്കാരം, സൂര്യൻ ഉദിച്ച് 1.5 മണിക്കൂർ 10-20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ പിന്നീട് ളുഹറിന്റെ തൊട്ടുമ്പോൾ സൂര്യൻ മധ്യത്തിലെത്തുമ്പോൾ വരെയുള്ള ആ സമയത്ത് 2 മുതൽ 8 റക്അത്ത് വരെ നിസ്കരിക്കാം ദുഹ. അപ്പൊ അത് ദുഹ നിസ്കരിക്കാം, 4 നിസ്കരിക്കാം, 6, 8 വരെ അതാകാം. അപ്പോ പ്രവാചകൻ ദുഹ നിസ്കരിക്കാൻ എന്നോട് പറഞ്ഞു. ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാനും വേണ്ടി എനിക്ക് പ്രത്യേകം വിളിച്ചെന്നെ ഉപദേശിച്ചു. അപ്പൊ അതിന് ആ പറയുന്ന ഹദീസ് പറയുന്നതല്ലോ, മരിക്കുന്നത് വരെ ഞാൻ അത് ഒഴിവാക്കില്ല, മരിക്കുന്നത് വരെ ഞാൻ ഒഴിവാക്കില്ല. ഇതേ ഹദീസ് അബൂ ദർദാ റളിയല്ലാഹു പറഞ്ഞു. അതേ പറയട്ടെ, ഞാൻ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാനത് ഒഴിവാക്കുകയില്ല. ഇതാണ് പഠിക്കുന്നത്. നമ്മളെന്താ ഈ ഹദീസ് ഉദ്ധരിച്ചാൽ നമുക്കൊരു പ്രചോദനാകാൻ വേണ്ടിയാണ്. നമ്മൾ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നു, നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ജീവിത രീതിയിൽ പരിശോധിച്ചാൽ നമ്മുടെ വഴിക്ക് ആ ഇഷ്ടം മാത്രം നിലനിൽക്കാന്നല്ലാതെ അവരുകളൊന്നും ഇങ്ങനെ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, അത്ര ശ്രദ്ധ കുറവുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. അതിങ്ങനെ നന്മകൾ നമുക്ക് വർദ്ധിപ്പിക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. സ്വന്തം ഒരുപാട് നന്മകൾ. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ചിലർക്ക് ആരോഗ്യം കൊണ്ടായിരിക്കാൻ ചെയ്യാൻ പറ്റുന്നത്, ചിലർക്ക് സമ്പത്ത് കൊണ്ട് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർക്ക് സമയം ചെലവഴിക്കാൻ സമയം ചെലവഴിക്കാൻ. അത് നമ്മളെ തീരുമാനിക്കണം. നമ്മളുടെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ് അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്, അള്ളാഹു നമുക്ക് നൽകിയ സമയം, അള്ളാഹു നമുക്ക് നൽകിയ മക്കൾ, അള്ളാഹു നമുക്ക് നൽകിയ എന്തെല്ലാം പറ്റുന്നുണ്ടോ അത് അവന്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിലൂടെ വിനിയോഗിക്കാനും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അർഹമുറാഹിമീനായ പടച്ചതമ്പുരാൻ അതിന് എല്ലാവിധ നിർവഹിക്കാനുള്ള നല്ല മനസ്സും അതിനുള്ള ജീവിതത്തിലെ സാഹചര്യങ്ങളും അതിനുള്ള അറിവുകളും അത് നിർവഹിക്കാനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സഹോദരികളെ, സത്യവിശ്വാസി വിശ്വാസികളെ, നമ്മെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളും ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇവിടെ പള്ളിയുടെ തുടക്കം മുതൽ ദീർഘകാലം ഇതിനുവേണ്ടി സേവനം ചെയ്ത ഖലീഫ സാഹിബ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വാർത്തയും അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം നിർവഹിച്ചവരായിരിക്കാം. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും അള്ളാഹു ആദരണീയമായ സ്വർഗത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോ മരണം നടന്നാൽ ആ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത കുടുംബങ്ങൾ, മക്കൾ, ഭാര്യ, അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നമ്മൾ തിരിച്ചറിയുകയും നമുക്ക് ഇനി അവർക്ക് നിർവഹിക്കാൻ പറ്റിയ നന്മകളുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കണം. സ്വഹാബികൾ അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു, റസൂലേ, നമുക്ക് മാതാപിതാക്കൾ മരണശേഷം ഇനി വല്ല നമുക്ക് നിർവഹിക്കാൻ പറ്റിയ നന്മയും ഉണ്ടോ എന്നവർ ചോദിക്കുമായിരുന്നു. ഞാനിവിടെ വളരെ വിശദീകരിച്ച് പറയേണ്ട ഒരു സാഹചര്യം അല്ല, നിങ്ങൾക്കറിയാം. ഇത് വേഗത്തിൽ ഞാൻ എണ്ണി പോകാം. ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് അവർക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കാൻ പറ്റിയ ഒന്ന് നമസ്കാരമാണ്.
ആ നമസ്കാരം നമുക്കറിയാം, അത് ഒരു പക്ഷെ സമയത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞുകൊണ്ടുണ്ടാകാം, നമസ്കരിച്ചുകൊണ്ടുണ്ടാകാം. വലിയ പ്രാധാന്യങ്ങളായ തൗഹീദുള്ള ആളുകളുടെ പ്രാർത്ഥന വലിയ ദൂരമാണ്. സഹാബികൾ ചില സമയത്ത് എണ്ണി നോക്കാൻ പറയും, എത്ര പേരുണ്ട്? 40, ചില റിപ്പോർട്ടിൽ 100, 40 പേര് ഒരു വഹീദായ മനുഷ്യന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു അവരുടെ ശുപാർശ സ്വീകരിക്കും, അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു 40 ആളുകൾ, ഈമാനുള്ള ശിർക്ക് ചെയ്യാത്ത വഹീദുകളായ ആളുകൾ ഒരു തൗഹീദുള്ള മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന. അപ്പൊ നമ്മള് അങ്ങനെ നിർവഹിച്ചവർ അല്ലാഹു സ്വീകരിക്കുമാറാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഈ നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ, ഒരു എത്തിപ്പെടാൻ ചിലപ്പോൾ അറിയാത്ത ആളുകൾ, ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഇപ്പോൾ കബറുകളിൽ പോയി നമസ്കരിക്കാം. കാരണം നബിസ്വല്ലല്ലാഹി നമസ്കരിച്ച സന്ദർഭം പഠിച്ചിട്ടുണ്ട്. പള്ളി അടിച്ചുവാരി ഒരു സഹോദരി മരണപ്പെടുകയും രാത്രി മയ്യത്ത് മറമാടുകയും പിന്നീട് പ്രവാചകന്റെ വിവരം അറിയുകയും ചെയ്തപ്പോൾ അവിടെ നമസ്കരിച്ച സന്ദർഭം. മറ്റു ചില റിപ്പോർട്ടുകൾ ഹദീസുകളിലും അതല്ലാത്ത മയ്യത്തിന് വേണ്ടി പ്രവാചകൻ നമസ്കരിച്ച സന്ദർഭം നമുക്കറിയാം. അതുകൊണ്ട് കബറെടുക്കലായിട്ട് നമസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ അറിയാതെ ഒറ്റപ്പെട്ടു പോയാൽ ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ നിർവഹിച്ച സന്ദർഭമുണ്ട്. 2, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാന്നുള്ളതാണ്. പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് മക്കൾ. കാരണം എല്ലാവരും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു, നമ്മളൊക്കെ പ്രാർത്ഥന അത് കോമൺ പ്രാർത്ഥനയാണ്. എല്ലാ നമുക്കും കഴിഞ്ഞ ഈമാനുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്ത്. പ്രത്യേകിച്ച് മക്കൾ ശ്രദ്ധിക്കണം. മക്കളുടെ ഇസ്തിഗ്ഫാറിന് പ്രത്യേകമായ ഹദീസിൽ എടുത്തു പറഞ്ഞു. വലദൻ സ്വാലിഹായ മക്കളുടെ ദുആകൾ, സ്വാലിഹായ മക്കളുടെ ഇസ്തിഗ്ഫാർ ഇന്നത്തെ എടുത്തു പറഞ്ഞു. 2 പദങ്ങൾ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയും. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കുള്ള ഇസ്തിഗ്ഫാർ. കാരണം ആ ഇസ്തിഗ്ഫാറിന്റെ ഗുണം, അതിന്റെ നന്മ മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കൾക്ക് ഉപകരിക്കും. അപ്പോ ഈ ഒരു മരണമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ എല്ലാ മാതാപിതാക്കളും മരിച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയവർ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇസ്തിഗ്ഫാർ അത് പഠിക്കണം. ഖുർആനിൽ കുറേ ആയത്തുകൾ ആ ഗണന, ആ പ്രാർത്ഥനയുടെ പദം പോലും സൂറത്തുൽ ഇബ്രാഹിമിലെ 41-ാമത്തെ ആയത്ത്, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. എനിക്കും എന്റെ മാതാപിതാക്കൾ. നോക്ക് നിങ്ങൾ, ഇതുപോലെ സൂറത്തുൽ നൂഹ് 28-ാമത്തെ ആയത്ത്, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വൽമുഅ്മിനാത്ത്. ആ പ്രാർത്ഥനയുടെ ഒരു രീതിയുണ്ട്, ഒരു അംഗങ്ങൾ. അത് നമ്മൾ പഠിക്കണം. അതിന് നിങ്ങൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, ഖബർ ഈ പ്രാർത്ഥനയുമായി ഇസ്തിഗ്ഫാറിന് ഗുണമുണ്ട്. മാതാപിതാക്കളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ മാത്രമല്ല, പരലോകത്ത് സ്വർഗത്തിലൂടെ ദറജകൾ ഉയർന്നു പോകുന്ന, പദവികൾ ഇങ്ങനെ ഉയർന്നു പോകുന്ന. അവർ ചോദിക്കും, റബ്ബേ എന്റെ പദവി ഉയർപ്പെടാൻ കാരണം എങ്ങനെ ഉയർത്തപ്പെടാൻ? ഇസ്തിഗ്ഫാർ വലതിക്കുക എന്നാണ്. നിങ്ങളുടെ മക്കളുടെ പാപമോചന പ്രാർത്ഥനയുടെ ഫലമാണ് എന്നാണ്. അതുകൊണ്ട് നമുക്കിത് വലിയൊരു അവസരമാണ്. മക്കളെ നിലയ്ക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാന്നുള്ളത്. ഇത് ഈ ഖബർ സന്ദർശനം, സിയാറത്തുൽ ഖുബൂർ സുന്നത്തുൽ മുഅക്കദ, വളരെ പ്രബലമായ സുന്നത്താണ് സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അത് വികലമാക്കിയിട്ടുണ്ട്, അതിന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ഇത്തരം ദീൻ പഠിപ്പിക്കുന്ന മഹലുകളെ കുറിച്ചൊക്കെ ഇവര് ഖബർ സിയാറത്തിനെതിരാണ്, ഇവര് ഖബർ സിയാറത്തിന് ശിർക്കാണെന്ന് പറയുന്ന പച്ചക്കള്ളം പറഞ്ഞുവിടാൻ. ഖബർ സിയാറത്തിന് ഇസ്ലാം ഒരു മര്യാദയുണ്ട്. ആ മര്യാദ പാലിച്ചുകൊണ്ട് വേണം ഓരോ ഖബർ സന്ദർശിക്കാനുള്ളതാണ്. ഖബർ മര്യാദ എന്താ? ഖബറാളികൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ്, ഖബറാളികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഖബറാളികൾക്ക് പരലോകത്ത് ഗുണം ലഭിക്കും. അവിടെ പോയിട്ട് എന്താ? അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ നസ്അലുല്ലാഹ ലനാ വലകുൽ ആഫിയ വ ഇന്നാ ഇൻഷാഅല്ലാഹു ബില്ലാഹിക്കും. ഈ പ്രാർത്ഥന നിർവഹിക്കണം. അത് മൊത്തം ഖബറിൽ എല്ലാവർക്കും ഗുണം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവരോട് സലാം പറഞ്ഞു വേണം പ്രവേശിക്കാൻ, അവരുടെ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രത്യേകമായി എടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള ഒരു സന്ദർശനമല്ല സിയാറത്ത്. മറിച്ച് നമ്മൾക്ക് മരണചിന്ത ഉണ്ടാകാനും, നമുക്ക് ഖബർ ജീവിതത്തെ കുറിച്ച് ബോധം ഉണ്ടാകാനും, ഭൗതിക വിരക്തി ഉണ്ടാകാനും, ഹൃദയം ലോലമാകാനും, പരലോകത്തെ കുറിച്ച് ചിന്ത ഉണ്ടാകുവാനുമാണ് ഈ ഖബർ സിയാറത്ത്. മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ഏതെങ്കിലും ഒരു മരിച്ചതിന് 1-2 ദിവസങ്ങൾ പോകാൻ, പിന്നീട് അത് തീരെ പോകാതിരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കരുത്. മറിച്ച് എന്ത് ചെയ്യുക? അത് പ്രത്യേകിച്ച് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് ഈ വെള്ളിയാഴ്ച മാത്രം ഖബർ സന്ദർശിക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാരുടെ. പകരം അതൊരു ഇതില്ല, എപ്പോഴും സന്ദർശിക്കാം. ഒരു പ്രത്യേക ഒരു ദിവസം നിശ്ചയിച്ചിട്ട് ഒരു രീതി ഇസ്ലാമിലില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാം എന്ന് പ്രത്യേക കോമൺ ആയിട്ട് ഒരു പൊതുവായിട്ട് നിയമമാണ് പഠിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അവരോട് വല്ല വാഗ്ദാനം,
അവർ ജീവിച്ചിരിക്കുമ്പോൾ കുറെ നല്ല കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മളോട് വന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ വാപ്പ മരിക്കുന്ന സമയത്ത് ഉമ്മ മരിക്കുന്ന സമയത്ത് കുറച്ച് അപ്പൊ ആ സമയത്ത് അറിയാല്ല അതൊക്കെ മരിക്കുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ പറയും ഇതൊക്കെ ചെയ്ത് പറയുന്നത് അവരൊരു നല്ല കാര്യങ്ങൾ നിർവഹിക്കണം, അല്ലെങ്കിൽ എനിക്ക് വസീയത്ത് നൽകി ആ വസീയത്ത് പൂർത്തിയാക്കുക. അതോടൊപ്പം സാമ്പത്തികമായ ബാധ്യത അതിങ്ങനെ വൈദ്യുസ്കരിക്കാതെ പറയുന്ന അതിന്റെ ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഈ മക്കളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അതൊരിങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രഹസനം പോലെ പറഞ്ഞു തീർക്കാനല്ല, അത് വലിയ ഉത്തരവാദിത്തം. ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല പറയണം, എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല പറയണം. കാരണം അത് വളരെ ഗൗരവമായി പറയാം. കാരണം പ്രവാചകൻ പറഞ്ഞു ഒരു സന്ദർഭത്ത് 2 ദിർഹം എന്തോ വളരെ ഒരു മയ്യത്തിന് വേണ്ടി റസൂൽ നമസ്കരിച്ചില്ല. അത് മറ്റൊരു സഹാബി ഏറ്റെടുത്തിട്ടാണ് ആ മയ്യത്ത് നമസ്കാരം നേതൃത്വം കൊടുത്തത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആ കടം വീട്ടിയോ? എന്റെ റസൂൽ വീട്ടാൻ എങ്കിലും വീട്ടണം, ഉടൻ വീട്ടുകയും ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ അല്ലെങ്കിൽ ആ ശരീരത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊലി തണുത്തത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പൊ കടം വലിയ പ്രശ്നമാണ്. ഷഹീദിനെ പോലും പിടിച്ചു കൊടുക്കുന്ന തടയപ്പെടുന്ന സ്വർഗപ്പെടെ തടയുന്ന ഒരു വിഷയമാണ് കടം. അപ്പൊ അതുകൊണ്ട് സ്വന്തങ്ങളെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെപ്പോഴും എത്രയും പേർക്ക് നമ്മൾ കൊടുത്തു വിട്ടാലും അല്ലെങ്കിൽ അത് തരാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കണം. മറ്റൊന്ന് നമുക്ക് മാതാപിതാക്കളുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ അല്ലെങ്കിൽ ആ ഒരു വലിയ പരമ്പര ആ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റു ഹദീസിൽ കാണാൻ കഴിയും മാതാപിതാക്കളെ സുഹൃത്തുക്കൾ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ ഇക്റാം ചെയ്യുക, അവരെ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രബലമാണ്. ഖബറിൽ മാതാപിതാക്കളെ നമുക്ക് ബന്ധം ചേർക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്നുള്ളത് മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ ആദരിക്കുക എന്നുള്ളത്. അതിന് പെട്ടെന്ന് ഉദാഹരണം മനസ്സിലാവും. ഖദീജ റളിയല്ലാഹു ഭാര്യ ശ്രദ്ധിക്കണം, ആ ഭാര്യ മരണപ്പെട്ടിട്ട് ഭാര്യയുടെ സുഹൃത്തുക്കൾക്ക് വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ഒരു ആട് കറുത്താൽ ഒരു മൗരൂദല്ല, ഇതിങ്ങനെ ആണ്ട് കണക്കാക്കി അറക്കുന്ന ഒരു ഏർപ്പാടല്ല. എപ്പോഴെങ്കിലും ഒരു ആട് കറുത്താൽ ആ ആടിന്റെ മാംസം ഖദീജ കൂട്ടുകാരികൾക്ക്, അതേ പ്രായമുള്ള 60, 65, 70 വയസ്സായ കൂട്ടുകാരികളുണ്ട്, അവർക്ക് കൊടുത്തേക്കും. വയസ്സാണെന്ന് പറയണം, അവർക്ക് കൊടുത്തേക്കും. അവരോടുള്ള മഹത്വത്തെ കാരണം നോക്കൂ നിങ്ങൾ. ഇത് നമ്മൾ ചെയ്യാം. മറ്റുകാരൻ പറഞ്ഞാൽ ആ രീതിയിൽ തന്റെ പിതാവിന്റെ കൂട്ടുകാരന്റെ മകനെ ആദരിക്കുകയാണ്. കൂട്ടുകാരനല്ല, കൂട്ടുകാരന്റെ മകനെ. എന്റെ ഉപ്പാന്റെ കൂട്ടുകാരന്റെ മകനാണ് ആ അറാബിയായി മകൻ എന്ന് പറഞ്ഞ് ആദരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. അതൊന്ന് ചുരുക്കി പറഞ്ഞത് മാത്രം. നമ്മുടെ പിതാവിന്റെ കൂട്ടുകാരൻ, മാതാവിന്റെ കൂട്ടുകാരൻ നമ്മളൊന്ന് കാണുക, അവരെ കൊണ്ടുപോയി കാണുക, അവരെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിക്കുക, വിശേഷങ്ങൾ അന്വേഷിക്കുക, സാമ്പത്തികമായി സഹായിക്കുക. അതുപോലെ ഒരു പക്ഷേ മാതാപിതാക്കൾ പെട്ടെന്നുള്ള ചില മരണങ്ങളൊക്കെ അവർക്ക് സ്വതന്ത്ര ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അവർ ചെയ്യുന്ന ആളുകളായിരിക്കും. അത് പ്രത്യേക ചില ഹദീസിൽ കാണാം, വെള്ളം ഉണ്ടാക്കുക, സുഖിയൽ വെള്ളം കുടിക്കാൻ കൊടുക്കുക. അതിന് സൈദുള്ളാന്റെ മദീനയിൽ 2 വലിയ വാട്ടർ ടാങ്ക് ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ കഴിയും മാതാപിതാക്കളുടെ പേരിൽ. അപ്പൊ മാതാപിതാക്കൾക്ക് കൂടെ സ്വതന്ത്ര ചെയ്യുക, അവരെ നിർബന്ധമായി ചില നേർച്ചകൾ ചെയ്ത് നോമ്പോ ഹജ്ജോ ഉംറകളോ നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേർച്ച നമ്മൾ പോയിട്ട് എങ്ങനെ കുറെ നന്മകള് സഹോദരങ്ങൾ നമ്മൾ ചെയ്യണം. ആ കാര്യങ്ങള് ഒന്നുകൂടി എടുത്തു പറയാൻ അറിയുന്ന വിവരമുള്ള വിവേകമുള്ള പണ്ഡിതന്മാരെ അന്വേഷിച്ച് ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കൾക്ക് മരണശിക്ഷയാണ് കർമ്മങ്ങളെ കുറിച്ച് അറിയാൻ പഠിക്കുക. അർഹമുറാഹിമിനെ പടച്ചവരാൻ ഇതിനെ കുറിച്ചുള്ള അറിയാനും പഠിക്കാനും ജീവിതത്തിൽ നിർത്തുവാനുമുള്ള അറിവും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈമാനോടുകൂടി ഈ ലോകത്ത് ജീവിക്കാനും ഈമാനോടുകൂടി ഈ ലോകത്ത് ഇവിടെ പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما. ربنا تقبل دعاء انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين.